4 ബോംബാണ് വലിയ സ്ഫോടക വസ്തുവാണ് കുഴിച്ചിട്ടിരുന്നത്. അതിൽ ഒന്നാണ് പൊട്ടിയത്. RSSന്റെ ക്യാമ്പ് നടക്കുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഗൗരവത്തോടു കൂടി അത് അന്വേഷിക്കുകയാണ്. സാധാരണക്കാരായ കുട്ടികളുടെ ഭക്ഷണം, യൂണിഫോം, അവരുടെ യാത്രാക്കൂലി ഒക്കെ തന്നെ ഈ ഫണ്ടിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്. 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് കണ്ട് ആഹ്ലാദിക്കുകയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം. ഞങ്ങൾക്ക് PM ശ്രീ പദ്ധതി വേണ്ട, അതിൻ്റെ ഒരു കാശ് ഞങ്ങൾക്ക് തരണ്ട. PM ശ്രീ പദ്ധതി കേരളത്തിൽ ഞങ്ങൾക്ക് വേണ്ട. കാരണം PM ശ്രീ പദ്ധതി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയും വീണ്ടും നടപ്പിലാക്കിയ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. SSKയ്ക്ക് നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാശ് തരണം, തരാതിരിക്കില്ലേ. അതിൽ ആ കാശ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായിട്ടുള്ള BJPയുടെ സംസ്ഥാന നേതൃത്വമാണ്. വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാകുകയാണ്. യുഡൈസ് പ്ലേസ് റിപ്പോർട്ടിൽ തിളക്കമാർന്ന പ്രകടനമാണ് കേരളം കാഴ്ചവെച്ചിട്ടുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എല്ലാ വർഷവും രാജ്യത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമഗ്രമായി ശേഖരിച്ച് പ്രസിദ്ധീകരിക്കാറുണ്ട്. യുഡൈസ് പ്ലേസ് റിപ്പോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. 2024-25 അക്കാദമിക വർഷത്തെ റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തു വിട്ടിട്ടുണ്ട്. വളരെ ഗൗരവമായി കാണേണ്ട പല വസ്തുതകളും ഈ റിപ്പോർട്ടിൽ ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ സൂചികകളിൽ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായിട്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. അക്കാദമിക് നിലവാരം, വിദ്യാർത്ഥികളുടെ പഠന തുടർച്ച, അടിസ്ഥാന സൗകര്യങ്ങൾ, ലിംഗസമത്വം തുടങ്ങിയ എല്ലാ മേഖലയിലും കേരളം ഒന്നാം സ്ഥാനത്താണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ സ്കൂൾ പ്രവേശനവും പഠന തുടർച്ചയും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ 62.9% 10ാം ക്ലാസ്സിലെത്തുന്നത്. ഇതിനർത്ഥം 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 37 കുട്ടികൾ പഠന വഴിയിൽ 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോവുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. 12ാം ക്ലാസ്സിലെത്തുന്നവർ 1ാം ക്ലാസ്സിൽ ചേരുന്നതിൻ്റെ 47.2%. അതായത് 100-ൽ 52 കുട്ടികൾ കൂടുതൽ 12ാം ക്ലാസ്സിൽ എത്തുന്നില്ല എന്ന ദുഃഖസത്യമുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ 78 വർഷം പൂർത്തിയായിട്ടും ഈ ദുസ്ഥിതിയിലാണ് രാജ്യമുള്ളത്, ഇന്ത്യ രാജ്യമുള്ളത്. അടിസ്ഥാനപരമായ ഇക്കാര്യങ്ങൾ പലതും മറച്ചുവെച്ചാണ് ഇന്ത്യയുടെ തിളക്കത്തെക്കുറിച്ച് വലിയ വർത്തമാനം ഭരണാധികാരികൾ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വികസനത്തെ കാണുവാൻ. കേരളത്തിൽ 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ 99.5% കുട്ടികൾ 10ാം ക്ലാസ്സിലെത്തുന്നു. 90% കുട്ടികൾ ഹയർ സെക്കൻഡറിയുടെ ഭാഗമാകുന്നു, പുനർവിദ്യാഭ്യാസം. എന്നാൽ തൊഴിൽ വിദ്യാഭ്യാസ പഠനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ITIകൾ, പോളിടെക്നിക്കുകൾ എന്നിവയിൽ പ്രവേശിക്കുന്ന കുട്ടികളുടെ കണക്ക് യുഡൈസ് ഡേറ്റയിൽ വരുന്നില്ല. അതുപോലെ സ്കോൾ കേരളയിൽ പഠിക്കുന്ന കുട്ടികളുമുണ്ട്. ഇങ്ങനെ വന്നാൽ 1ാം ക്ലാസ്സിൽ ചേരുന്ന ഏതാണ്ട് എല്ലാവർക്കും 12ാം ക്ലാസ് വരെ സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ കേരളത്തിന് കഴിഞ്ഞു എന്നത് മലയാളികൾക്കാകെ തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഗുജറാത്തിൽ സ്കൂളിൽ പ്രവേശിക്കുന്ന കുട്ടികളിൽ 71.2% കുട്ടികളെ 10ാം ക്ലാസ്സിൽ എത്തുന്നുള്ളൂ. 12ാം ക്ലാസ്സിലാണെങ്കിൽ എത്തുന്നവരുടെ എണ്ണം 42.3% മാത്രമാണ്. 57% കുട്ടികൾ 12ാം ക്ലാസ്സിൽ എത്താതെ തള്ളിപ്പോവുകയാണ്. ഉത്തർപ്രദേശിൽ ചേരുന്ന കുട്ടികളുടെ 49.6% കുട്ടികളെ 10ൽ എത്തുന്നുള്ളൂ. വിദ്യാഭ്യാസ കാര്യത്തിൽ 1/3 എന്ന് പലപ്പോഴും പറയുന്ന പഞ്ചാബിൽ, മുന്നിലാണെന്ന് പറയുന്ന പഞ്ചാബിൽ 1ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന കുട്ടികളുടെ 78.2% മാത്രമേ 10ലെത്തുന്നുള്ളൂ. 12ൽ എത്തുന്നവർ 67.8%. ജാർഖണ്ഡിൽ സ്കൂളിൽ പ്രവേശിക്കുന്ന കുട്ടികളുടെ 52.3% 10ലെത്തുമ്പോൾ 35.1% കുട്ടികൾ 12ലെത്തുന്നു. എത്രമാത്രം കുട്ടികളാണ് ഈ സംസ്ഥാനങ്ങളിൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ കഴിയാഞ്ഞത് എന്ന് ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും കേരളം ബഹുദൂരം മുന്നിലാണ്. അക്കാദമിക കാര്യങ്ങൾ കമ്പ്യൂട്ടർ ലഭ്യമായ സ്കൂളുകൾ ഇന്ത്യയിൽ 57.9% ഇന്ത്യയുടെ ടോട്ടൽ ശരാശരി. അതിൽ സർക്കാർ മേഖലയിൽ 52.7% വിദ്യാലയങ്ങൾ മാത്രമേ ഈ ആധുനിക സൗകര്യങ്ങളുള്ളൂ. എന്നാൽ കേരളത്തിൽ 99.1% സ്കൂളുകളിലും ഈ സൗകര്യങ്ങളുണ്ട്. സർക്കാർ സ്കൂളുകൾ ആണെങ്കിൽ 99.3% സ്കൂളിലും സൗകര്യങ്ങളുണ്ടെന്ന് നാം കാണണം. ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങൾ കേരളത്തിൽ 91.7% സ്കൂളുകളിലും തടസ്സമില്ലാതെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഉത്തർപ്രദേശിൽ 45.9% സ്കൂളിൽ മാത്രമേ ഇൻ്റർനെറ്റ് സൗകര്യമുള്ളൂ. ഇതിൽ സർക്കാർ സ്കൂളുകൾ 35.6%. ലിംഗസമത്വ സൂചികയായ ജെൻഡർ പാരിറ്റി ഇൻഡെക്സ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എല്ലാ തലങ്ങളിൽ ഒന്നിന് മുകളിലാണ്.
ഇത് പെൺകുട്ടികളുടെ പഠന പങ്കാളിത്തം ആൺകുട്ടികളുടേതിന് തുല്യമോ അതിൽ കൂടുതലോ ആണെന്ന് കാണിക്കുകയാണ്. അധ്യാപകരുടെ ഗുണമേന്മയിലും സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യത്തിലും കേരളം മുൻപന്തിയിലാണ്. ലൈബ്രറി, കളിസ്ഥലം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടോയ്ലറ്റുകൾ, വൈദ്യുതി കണക്ഷൻ, ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവയിൽ കേരളത്തിലെ സ്കൂളുകൾ മികച്ച നിലവാരം പുലർത്തുകയാണ്. ഇക്കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകൾ ദേശീയ തലത്തിൽ മുൻനിരയിലാണ്. പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശതമാനം എല്ലാ തലങ്ങളിലും ദേശീയ ശരാശരിയേക്കാൾ നമ്മൾ ഉയർന്നതാണ്. പ്രീ പ്രൈമറിയിൽ 87.4%, പ്രൈമറിയിൽ 98.4%, അപ്പർ പ്രൈമറിയിൽ 97.1% എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ. ഇതിൽ വളരെ പ്രയാസമുണ്ട്. മാധ്യമങ്ങളോട് നിരന്തരാശം പറഞ്ഞ സംഗതിയാണ്. പണ്ട് ബീഹാറിൽ 2985.35 കോടി രൂപ ഇപ്പോൾ കൊടുത്തു. മധ്യപ്രദേശിൽ 3374.71 കോടി രൂപ കൊടുത്തു. ഒഡീസയിൽ 1559.79 കോടി രൂപ കൊടുത്തു. ഉത്തർപ്രദേശിൽ 4487.46 കോടി രൂപ കൊടുത്തു. ഈ അക്കാഡമിക് ഇയറിൻ്റെ കാര്യമാണ്. കേരളം ആ കോളം അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ തന്നിട്ടുള്ളതാണ് 0. പിന്നെയും 0 സ്ഥലമുണ്ട്. തമിഴ്നാട് 31ാം സ്ഥാനം 0. കേരളം 0. തമിഴ്നാട് 0. ഇനി വെസ്റ്റ് ബംഗാൾ 0. ഇത് കടുത്ത അനീതിയാണ് കാണിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുന്നതിന് വേണ്ടി കഴിയില്ല. അപ്പോൾ BJP യുടെ കേരള സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇത് സാധാരണക്കാരായ കുട്ടികളുടെ ഭക്ഷണം, യൂണിഫോം, അവരുടെ യാത്രാക്കൂലി, അങ്ങനെയുള്ള പ്രത്യേകിച്ച് ST SC വിഭാഗത്തിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഈ ഫണ്ടിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് സംസ്ഥാന BJP നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കള്ളക്കളി നടത്തുന്നത്. വരാൻ പോകുന്ന 2 തിരഞ്ഞെടുപ്പുകളിലും കേരള സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുവാൻ ഉള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇത് കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് കണ്ട് ആഹ്ലാദിക്കുകയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം. ഞാൻ മുൻപൂടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു, കേസ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്, സമരം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്നുകൂടെ ഒരു പുനർചിന്തനം നടത്തി. ഒരു സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ അങ്ങനെ ഒരു ശത്രുതാമനോഭാവത്തോടുകൂടി പോകേണ്ട കാര്യമല്ല. ഞങ്ങൾക്ക് PM ശ്രീ പദ്ധതി വേണ്ട, അതിൻ്റെ ഒരു കാശ് ഞങ്ങൾക്ക് തരണ്ട. PM ശ്രീ പദ്ധതി കേരളത്തിൽ ഞങ്ങൾക്ക് വേണ്ട. കാരണം PM ശ്രീ പദ്ധതി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയും വീണ്ടും നടപ്പിലാക്കിയ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. SSKക്ക് നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാശ് തരാതിരിക്കില്ലേ. അതിൽ ആ കാശ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനല്ല, കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായിട്ടുള്ള BJPയുടെ സംസ്ഥാന നേതൃത്വമാണ്. സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഓൺ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റി കഴിയുന്നതാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ട് പോരെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗമായിരുന്നാലും, വായനയുടെ കാര്യമായിരുന്നാലും, കുടിവെള്ളത്തിൻ്റെ കാര്യമായിരുന്നാലും, കുട്ടികളുടെ പഠന തുടർച്ചയുടെ കാര്യമായിരുന്നാലും, കറണ്ടിൻ്റെ കാര്യമായിരുന്നാലും, കമ്പ്യൂട്ടർ ഉണ്ടായിരുന്ന മാത്രം പോലെ ഉപയോഗിക്കുന്നില്ല. ആ കാര്യങ്ങളിലൊക്കെ തന്നെ 95-നും 100% ഇടയിലാണ് നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത്. 99 വരെ ഏതാണ്ട് എല്ലാം പോവുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെൻ്റെ ഉണ്ട്, ഞാനത് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. രാജ്യസഭയിൽ നൽകിയ ആൻസറാണ് ഞാനിവിടെ പറഞ്ഞത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി കഴിഞ്ഞ വർഷം 37,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തത് ടോട്ടൽ. ഇതിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ 27,833 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നൽകി. ഇതിൽ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് 1 രൂപ പോലും നൽകിയിട്ടില്ല. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടാനുള്ള SSK ഫണ്ട് മുൻവർഷത്തെ കൂടി കുടിശ്ശിക അടക്കം 1,148 കോടി രൂപയാണ്. മുൻവർഷത്തെ കുടിശ്ശിക അടക്കം SSKക്ക് മാത്രം കിട്ടേണ്ട 1,148. മറ്റു സംസ്ഥാനങ്ങളുടെ ഞാൻ നേരത്തെ വായിച്ചു. ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ശമ്പളം 20 കോടി രൂപ വേണം. 7,000-ഓളം വരുന്ന അധ്യാപകർക്ക് ഇപ്പം കൊടുത്തു ശമ്പളം. സംസ്ഥാന ഗവൺമെൻറ് വന്ന് 20 കോടി രൂപ. ഇതുകൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്, ഹോസ്റ്റലുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റിങ്, പട്ടികജാതിക്കാർക്കുള്ള യാത്രാക്കൂലി, അവരുടെ മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഈ കാശ് കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്കെ സ്തംഭിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയൊരു കേരളത്തിലൊരു പ്രശ്നമായി മാറാൻ വേണ്ടി പോവുകയാണ്. ഈ വിഷയം വെച്ചുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തുള്ളവരുടെയും മറ്റ് ജനങ്ങളുടെയും ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിനുശേഷം ഈ ഫണ്ട്
നിലനിൽക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നിർവഹിക്കണമെന്നുള്ള നിലയിലാണ് ആലോചിക്കുന്നത്. എന്താ നമ്മൾ ഒന്നും കൂടെ ആലോചിച്ചപ്പോൾ ഒരു കോടതിയിൽ പോയാൽ ഗവൺമെന്റിന്റെ ഒരു നയമാണല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ. അങ്ങനെ ഒരു തർക്കം വേണ്ട, കോടതിയിൽ പോകാതെ തന്നെ തീരുമെങ്കിൽ തീരട്ടെ എന്നുള്ള ഒരു പുനരാലോചനയാണ് നടത്തിയത്. ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു പാർലമെന്റ് മെമ്പർ അവിടെ സത്യാഗ്രഹം, അങ്ങനെ സഹകരിച്ച് മന്ത്രിമാരെയൊക്കെ കാണാം, അത് പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? PMC ഇവിടെ നടപ്പിലാക്കുക. PMC ആവശ്യമില്ല ഇവിടെ, കേരളത്തിന് ആവശ്യമില്ല. കാരണം ആളുന്നില്ല വരത്തുള്ള ഇല്ല, ബന്ധമില്ല, അവകാശം അല്ല. ഞങ്ങള് അഡ്വക്കേറ്റ് ജനറലുമായിട്ടും ഒക്കെ തന്നെ ഒരു ലീഗൽ ഡിസ്കഷൻ നടത്തി, ഒന്നുകൂടെ ഒരു പരിശ്രമം നടത്തിയിട്ട് അതിലേക്ക് നീങ്ങാം എന്നുള്ള നിലയിലാണ്. കാരണം കേസ് നിങ്ങൾക്കറിയാലോ, ഒരു കേസ് സുപ്രീം കോടതി പോയാൽ പിന്നെ വേറെ ഒരു കാര്യങ്ങളും നടക്കില്ല. പിന്നെ അതൊരു വാശി വൈരാഗ്യമായി അങ്ങനെ പോകുന്നതിനേക്കാൾ ഒന്നുകൂടെ ഒരു പരിശ്രമം നടത്തി നോക്കാവുന്നതാണ്. അങ്ങനെ PMC ഇനി പുതിയ ഡെവലപ്മെന്റ് ആണല്ലോ, PMC വേണ്ട. ഞങ്ങൾക്ക് PMCയുടെ നമുക്കിപ്പോൾ ആവശ്യമുള്ള കാര്യം മാത്രം എടുത്താൽ മതിയല്ലോ. ഒരു പൈപ്പ് ലൈൻ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഇനി PMC നടപ്പിലാക്കണമെന്ന് നിർബന്ധത്തിന് പേരിൽ ഒരു പൈപ്പ് ലൈൻ ഇടേണ്ട കാര്യമില്ലല്ലോ. PMCയുടെ ആവശ്യം ഇല്ല നമ്മുടെ ഈ പറയുന്ന സ്ഥലത്ത്. അത് മാത്രമല്ല, PMCയുടെ കാലാവധി തീർന്നു. ഈ അക്കാഡമിക് ഇയറിന്റെ 6-7 മാസം കൊണ്ട് അതിന്റെ കാലാവധി അങ്ങ് തീരുകയാണ്. എന്തായാലും നോക്കാം. എന്തിനുള്ള സ്കൂളിൽ അത് അല്ല കണക്കിന്റെ പ്രശ്നമൊന്നും ഈ കാശ് തരുന്നതിൽ പ്രശ്നമായിട്ടില്ല. കണക്കിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉള്ളതായിട്ട് ആരും സൂചിപ്പിച്ചിട്ടുമില്ല. കുറച്ചും കൂടെ അവർ ആധുനികവൽക്കരിക്കണമെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അധ്യാപകരാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാപ്തരാണത്. അത് നമ്മൾ ട്രെയിനിങ് എല്ലാം കൊടുത്ത് അതിലവർ പ്രാപ്തരാണ്. കുറച്ചും കൂടെ നമ്മൾ ഓർഗനൈസ് ചെയ്യണമായിരിക്കും. കുറച്ചുകൂടെ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഓണാഘോഷത്തിന് ബഹുമാനപ്പെട്ട ഗവർണർ, നമ്മുടെ ഘോഷയാത്ര ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണറെ നേരിട്ട് കണ്ട് വിളിക്കുന്നതിന് വേണ്ടി ഒരു റിക്വസ്റ്റ് രാജ്ഭവനിൽ ടൂറിസം ഡയറക്ടർ കൊടുത്തിട്ടുമുണ്ട്. നമ്മുടെ ടൂറിസം മന്ത്രി റിയാസ്, വിദ്യാഭ്യാസ മന്ത്രി GR അനിൽ എന്നിവർ ബഹുമാനപ്പെട്ട ഗവർണറെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിനെ നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവര് സെപ്റ്റംബർ 2 വൈകുന്നേരം 4 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയും നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണറുടെ ഓഫീസിൽ നിന്ന് വാട്സാപ്പ് സന്ദേശം ടൂറിസം ഡയറക്ടർക്ക് ലഭിച്ചിട്ടുമുണ്ട്. കണ്ട് അദ്ദേഹത്തിനെ ക്ഷണിച്ച് അദ്ദേഹം വരുമെങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്. ചില മാധ്യമങ്ങളെല്ലാം വേറെ ആരോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നുവെന്ന് ധൃതി പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്തകൾ വന്നിട്ടുണ്ട്. അത് തെറ്റാണ്. ഗവർണർ വരുമെങ്കിൽ ഗവർണർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഘോഷയാത്രയാണ് സാറിന് ചെയ്യാറുള്ളത്. വെള്ളയമ്പലത്ത് ഇന്ന് ഘോഷയാത്രയാണ് സാറിന് ഗവർണർമാർ ചെയ്യാറുള്ളത്. സമാപന സമ്മേളനം എന്ന് പറയുമ്പോൾ അതൊരു ഘോഷയാത്ര എല്ലാം കഴിഞ്ഞ് പിന്നെ അതൊരു ഗവർണർ പങ്കെടുക്കേണ്ട ഒരു നിലവാരത്തിലാവില്ല. ഒരു ഘോഷയാത്ര ഫ്ലാഗോ ഇല്ല, അദ്ദേഹം സ്ഥലത്തില്ല. അദ്ദേഹം 2-ാം തീയതി എത്തുള്ളൂ. അല്ല, അത് അദ്ദേഹത്തോട്ട് ക്ഷണിച്ച് ഒരു ഗവർണറല്ലേ കൺഫേം ചെയ്തിട്ടുള്ള വയ്ക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് ഓണക്കോടിയെല്ലാം സമ്മാനിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏതാ ശിവൻകുട്ടി, റിയാസ്, GR അനിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരാളാണ്. കണ്ട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഒരു പ്രശ്നമല്ല, അത് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ. അദ്ദേഹം നമ്മുടെ ഗവർണറാണല്ലോ. ഇത് പോലീസിന്റെ റിപ്പോർട്ടും കൂടെ ശരിയായി കിട്ടിയാൽ മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അൺഎയ്ഡഡ് സ്കൂളാണ്, നമുക്കതിലെ പരിമിതിയുണ്ട്. ഇത് ലാ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരു മറുപടി തന്നിട്ടില്ല. അവർ പറയുന്നത് ഒരു സമഗ്രമായ ഒരു അന്വേഷണത്തിന് ആവശ്യമുണ്ട്. 4 ബോംബാണ് വലിയ സ്ഫോടക വസ്തുവാണ് കുഴിച്ചിട്ടിരുന്നത്. അതിൽ ഒന്നാണ് പൊട്ടിയത്. RSSന്റെ ക്യാമ്പ് നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഗൗരവത്തോടു കൂടി അത് അന്വേഷിക്കുകയാണ്. അവരുടെ റിപ്പോർട്ടുകളൊക്കെ വാങ്ങിയ ശേഷം വിദ്യാഭ്യാസ വകുപ്പിന് പരിമിതിയുണ്ട് കുറെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി. ആ പരിമിതിക്കുള്ളിൽ നിന്ന് എന്താണ് ചെയ്യുന്നത് നോക്കാം. പൊതുവിൽ ആയുധ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂട്ട് മാർച്ചുകളും ക്യാമ്പസിനുള്ളിൽ അത് എയ്ഡഡ് ആയിരുന്നാലും അൺഎയ്ഡഡ് ആയിരുന്നാലും ഗവൺമെന്റ് സ്കൂളായിരുന്നാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞാനോ എനിക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല. നമ്മുടെ മിനിസ്റ്റർ പങ്കെടുത്തു. മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ ഇല്ല, ഡൽഹിയിലാണ്. അതെനിക്കറിയാം. ഞാനിന്നിപ്പോൾ രാവിലെ ഫോണിൽ സംസാരിച്ചു. പിന്നെ ചെന്നൈയിൽ നിന്നാണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. അതേ എല്ലാ മീറ്റിങ്ങിനും പോകുന്ന ആളാണ്. അല്ല, പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കട്ടെ. ഞാൻ അറിഞ്ഞില്ല, ഞാനിപ്പോഴാണ് അറിയുന്നത്. അല്ല, അദ്ദേഹം പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. നമ്മളിനിയിപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനവും തർക്കവും ബോംബേറും ആറ്റം ബോംബേറും ആയിരുന്നു പോയി ഒരു നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു മാന്യമായ അന്തരീക്ഷം വരെ തകർക്കാൻ വേണ്ടി ഒന്നും പോകുന്നില്ല. പരാതി ഉള്ളവർ പോലീസിൽ കൊടുക്കട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ പോകട്ടെ. നമുക്കൊന്നും അതിന്റെ പേരിൽ ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. എന്റെ ശ്രദ്ധയപ്പെട്ടില്ല കേട്ടോ. ഏറ്റുമാനത്ത് തരണം. ഇപ്പൊ ഓണമൊക്കെ ഏതൊരായി. അല്ല, നമുക്കൊരാൾ ഒരു പരാതി കൊടുത്താൽ പരാതി കൊടുക്കണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇന്ന നടപടി സ്വീകരിക്കണമെന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല. പിന്നെ അത് ആണോ അല്ലേ എന്നുള്ള വിവരം തീരുമാനിക്കേണ്ട സമിതി എന്ന് പറഞ്ഞാൽ ഒന്നീ പോലീസാണ് അല്ലെങ്കിൽ കോടതിയാണ്.
ഈ ഗണത്തിലൊന്നും നമ്മൾ പെടില്ല. അപ്പോൾ ഒന്നും പറയാൻ നിവർത്തിയില്ലല്ലോ. ഓണാഘോഷമൊന്നും ഇല്ലേ? അല്ല, നമ്മുടെ ഒരു വടംവലി വെച്ചിട്ടില്ലേ? എല്ലാവരും ഇല്ലേ? ഞാനും ഉണ്ട് വിളിക്കാൻ. നമ്മുടെ കാട് കൊള്ളാം. പിന്നെ ഏതാ അത് പിള്ളേർക്കെല്ലാം ഈ പ്രാവശ്യത്തെ ഓണാഘോഷം കളർ ഡ്രസ്സൊക്കെ ഇട്ട് വളരെ സന്തോഷത്തിലായിരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ.